कौसल्या सुप्रजा रामपूर्वा संध्या प्रवर्तते അല്ലേ എന്റെ പൊന്നു മനുഷ്യനെ ഇതുവരെ കഴിഞ്ഞില്ലയോ? എന്തോരം മഴയാ വരുന്നത്. ഇത് കൊള്ളാം. എളുപ്പം വളവിട്ടിട്ട് ഇങ്ങോട്ട് കയറാൻ നോക്കാം. നീ ഒന്ന് നടന്ന് പിടക്കാടി. ഒന്നാ കാശ് മുടക്കിയാ വിത്തിറക്കി വെച്ചേക്കുന്നത്. ഇതെല്ലാം ഒന്ന് നടണ്ടായോ? ഒന്നാമത് മഴയും വരുന്നു. ഇതെല്ലാം ഇവിടെ കിടന്ന് അളിഞ്ഞു വരാന്നോ? അച്ഛൻ്റെ 5 പൈസ ഇല്ല. എന്തുവാടി ഒരു പണിയെടുക്കാൻ സമ്മതിക്കരുത്. വിളിച്ചങ്ങ് കൂവുക. അതെ, എൻ്റെ അനിയത്തിയുടെ മോടെ കല്യാണമാ. നമുക്ക് തലേന്നേ പോവണ്ടായോ? അവിടെ ചെത്തിപ്പറിച്ചോണ്ട് നിന്നാ മതിയോ? എന്തെങ്കിലും കൊടുക്കണ്ടായോ? ആ, ഉണക്കക്കാച്ചിൽ പുഴുങ്ങിയത് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇവിടെ അട്ടയടിക്ക് വെച്ചേക്കുമല്ലയോ? നീ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തെങ്കിലും കൊണ്ടുകൊണ്ടാന്നോ വന്നേ? അല്ലല്ലോ, ഇവിടെ ഒരു ചെറുക്കൻ്റെ കല്യാണം നടന്നു. അവളും അവിടെ ഭർത്താവും കൂടെ എന്തോ കൊണ്ടുതന്നു. ഇവിടുത്തെ ദാരിദ്ര്യം നമുക്കറിയാം. ഇനി കൊണ്ടു കൊടുക്കാൻ പോലും അതെങ്ങനെ ആവുന്ന കാലത്ത് നല്ല കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും ഈ പറമ്പിൽ കണ്ടാനേ. ആ, അപ്പോഴേ കല്യാണം കഴിച്ച് സ്ത്രീധനം കൊണ്ടു ചവയ്ക്കാമെന്നാ വിചാരിച്ചത്. നടക്കത്തില്ല. അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ കളഞ്ഞേരെ. അച്ഛനൊരു കാര്യം ചെയ്യും, ഇപ്പം പോയാൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ചേട്ടാ, നമുക്കേ കല്യാണത്തിന് പോകുമ്പോ അവിടെ വല്ല അമ്മായിമാരും ഉണ്ടോ എന്ന് നോക്കാം. അച്ഛൻ ആലോചിക്കാം. ആ, കൊള്ളാം കൊള്ളാം, നല്ലത് അച്ഛന് പറഞ്ഞു കൊടുക്കുന്നത്. അതെ, അങ്ങനെ ഇപ്പൊ കല്യാണമൊക്കെ കഴിക്കണമെന്ന് വല്ല ഉദ്ദേശം വല്ല ഉണ്ടെങ്കിലേ നടക്കത്തില്ല. മക്കളും കൊച്ചുമക്കളും ആയപ്പോഴേ ആണോ ഇപ്പം കല്യാണത്തിന് ഒരുങ്ങുന്നത്. മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. നിന്നോടും കൂടാ പറഞ്ഞത്, കേട്ടല്ലോ പറഞ്ഞ. ആ, പോലെയാണോ പിള്ളേരെന്തെങ്കിലും പറഞ്ഞൊന്നും പറഞ്ഞ് അവിടെ എന്തുവാ? പോയോ? ആര്? അരുണാ? അയ്യോ, തേച്ചാ നിന്നെ? ആ, കൊള്ളാം. ഞാൻ അപ്പോഴേ പറയത്തില്ലായിരുന്നു അവൻ പക്ക ഫേക്കാന്ന്. അവനെ ഫേക്ക് ഐഡി ഉണ്ടാക്കി ഓരോ പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കും, ഓരോരുത്തരെ കുറ്റം പറഞ്ഞിട്ട്. എന്നിട്ട് ആ പെണ്ണിനെ അവൻ വളയ്ക്കാൻ നോക്കും. മനസ്സിലായോ? എനിക്കും കിട്ടിയായിരുന്നു മെസ്സേജ്. എന്നിട്ട് ഞാനും ചാറ്റ് ചെയ്തായിരുന്നു. പിന്നെ അവനാന്ന് അറിഞ്ഞപ്പോ ഞാനങ്ങ് വിട്ട്. സാരമില്ല, ഇവിടെ നിന്ന് കരഞ്ഞു. അല്ല, ഇതെന്താ ഇത് ചെമ്പരത്തി പോലെ പൂവൊക്കെ വെച്ചിട്ട്? അത് സന്തോഷമാണെന്ന് അവനെ കാണിക്കാൻ സ്റ്റാറ്റസിലെടുത്ത ഫോട്ടോ. എടിയേ, നിന്റെ വിഷമം നിനക്ക് മാറ്റണോ? അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ എടുത്ത ഫോട്ടോ എടുത്ത് നീ പ്രൊഫൈൽ പിക്ചർ ആക്കും. എന്നിട്ട് വേറൊരുത്തിന് മെസ്സേജ് അയക്കും. അവൻ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുമ്പോൾ നിന്റെ സങ്കടങ്ങൾ പറ. അപ്പൊ അവൻ അലിയും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാം. എന്നിട്ട് നീ അവനെ അങ്ങ് വളക്കടി. എടിയാ, ഗോപി പോയാ ശശിയാ? ശശി. പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ചേട്ടൻ ഈ ശീല ഏതോ ഒരുത്തൻ. ഈ ചെറുക്കനെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഇവ എവിടെ പോയി കിടക്കുവാണ്? അടേ ഇറക്കാൻ, നിന്നെ എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുവാടാ. നീ ഇത് എവിടെ പോയിരിക്കുവാ? എൻ്റെ പൊന്നച്ഛ, ഞാൻ അതിനകത്തായിരുന്നു, ഓഫീസിനകത്തായിരുന്നു. അതുകൊണ്ട് എടുക്കാൻ പറ്റാ. ഞാൻ കേൾക്കാൻ പറ്റില്ലേ? എന്തായി പോയ കാര്യം? പോയ കാര്യം എന്തുവാനാ? പൈസ കൊടുക്കണം, നല്ല ജോലി കിട്ടത്തുള്ളൂ. ഇപ്പം ഇന്ന് പോയ വണ്ടി കൂലിയും പോയി. പോയി. നീ ഇതെന്തോ ഭാവിച്ചോണ്ടാടാ. എടാ, എനിക്ക് ഒന്നാമത് വയസ്സായി വരും. എനിക്ക് ഈ വീടും ഒന്നും നോക്കി നടത്താൻ ഇനി പറ്റത്തില്ല. എൻ്റെ പൊന്നച്ഛ, അച്ഛൻ നിന്ന് ആലോചിച്ച് നോക്ക്. ആവുന്ന കാലത്ത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടായിരുന്നു എനിക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ആ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? എൻ്റെ നല്ല പ്രാർത്ഥന ഉണ്ടാക്കി. എന്ത്? 2 എണ്ണത്തിന് 2 ഫെയിലായി. അച്ഛൻ ഫോൺ വെച്ചേ, ഞാൻ വന്നിട്ട് സംസാരിക്കാം. എടാ, എന്താ പ്രശ്നം എന്താ നിനക്ക് അറിയാവുന്നില്ലേ? ഇവിടെ ഇന്നൊരു ഇൻ്റർവ്യൂവിന് പോയി, അതും കിട്ടിയില്ല. എല്ലായിടത്തും പൈസ കൊടുത്താൽ മാത്രം ജോലി കിട്ടും. എടാ, ഇന്നത്തെ കാലത്ത് ഇൻ്റർവ്യൂവിന് പോയി ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാ. നീ ഒരു കാര്യം, നീ യൂട്യൂബ് ചാനൽ തുടങ്ങും. യൂട്യൂബ് ചാനൽ തുടങ്ങി എങ്ങനെ രക്ഷപ്പെടാനാണ്? എടാ, നിനക്കൊരു കാര്യം അറിയോ? എടാ, ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിൽ യൂട്യൂബ് ചാനൽ വെച്ചാ എടാ എത്ര ലക്ഷം വരുമാനം നിനക്കറിയോ? നീ നിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, സന്തോഷമായാലും സങ്കടമായാലും ഇതൊക്കെ അങ്ങോട്ട് ആൾക്കാരോട്ട് അങ്ങോട്ട് പങ്കുവെക്കണം. എടാ,
നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിൽ എന്ത് നടക്കുന്ന അറിയാൻ വേണ്ടി അയലത്തുകാർ ഇങ്ങനെ എത്തി കൊടുക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇതൊക്കെ സോഷ്യൽ മീഡിയ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവം. നീ ഒരു കാര്യം ചെയ്യും, ചാനൽ സെറ്റാ തുടങ്ങാമല്ലേ? പിന്നെ സെറ്റ് എന്നാ നോക്കാം. പക്ഷെ നീ ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പ്? ക്യാമറയ്ക്ക് എടുക്കാൻ അറിയുന്ന ഒരാൾ വേണ്ടേ? ക്യാമറ ഒക്കെ ചെയ്യാം, അതിനിപ്പോൾ എന്തു പണി? കിട്ടും, നമുക്ക് ഒരുമിച്ച് സെറ്റാക്കാം. ആ സെറ്റ്. ഓക്കെ 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 ബാ. ഇതാ വള്ളിയാവോ? അളിയാ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ഡോൺ, സെറ്റ്. തുടങ്ങിക്കോ. തുടങ്ങട്ടെ. ഹായ് ഗായ്സ്, ഹലോ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്, ഞങ്ങൾ ഇന്ന് മുതൽ പുതിയൊരു യൂട്യൂബ് ചാനൽ ഇവിടെ തുടങ്ങുകയാണ്. ഒരു കുടുംബ ബ്ലോഗാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ്. ഈ നിൽക്കുന്നതാണ് എൻ്റെ ഫാമിലി. ഇതെൻ്റെ അച്ഛൻ, ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ ഭാര്യ, ഇതെൻ്റെ പെങ്ങൾ. അതെ. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇനി മുതൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിലുണ്ടാവും. എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ളതെന്നുള്ള കാര്യം ഞങ്ങൾ എല്ലാവരും ഇനി നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? എന്തോ മക്കളെ ഇത്? അമ്മ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇനി നമ്മുടെ വീടുകളിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതെല്ലാവരും ഇനി കാണും. അച്ഛൻ കക്കൂസൊക്കെ കഴിവട്ടെ. എന്തിനാ? അല്ല ഇവിടെ എല്ലാം കാണിക്കുന്നില്ലേ? എൻ്റെ പൊന്നത്തെ കക്കൂസ് എന്തൊക്കെ നാണം കെടുത്തല്ലേ, നാട്ടുകാർ കണ്ടോണ്ടിരിക്കും അത്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയാണിത്. ഞങ്ങളൊരു ഫാമിലി ബ്ലോഗാണ്, ഒരു സെഗ്മെന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അറിയാമല്ലോ, പരിപാടി ഗംഭീരമാവണമെങ്കിൽ സംഭാവനകൾ കൂമ്പാരമാകണം. ഓക്കെ, നിങ്ങൾ തരുന്ന ലൈക്കും കമന്റും ആയിരിക്കും ഞങ്ങളുടെ ഓരോ കണ്ടന്റിന്റെ ഇമ്പ്രൂവ്മെന്റ്. ഓക്കെ, അപ്പോൾ ഗായ്സ് തുടങ്ങാം നമുക്ക്. മാർഗങ്ങൾ പലവിധം, ലക്ഷ്യമാണ് പ്രധാനം. രോധങ്ങൾ പലതരം, ചങ്കൂറ്റമാണതായുധം. മാർഗങ്ങൾ പലവിധം, ലക്ഷ്യമാണ് പ്രധാനം. രോധങ്ങൾ പലതരം, ചങ്കൂറ്റമാണതായുധം. ചാനൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് 6-ാം മാസം. ആദ്യമൊക്കെ നല്ല വ്യൂ ആയിരുന്നു, നല്ല കമൻറ്റും ആയിരുന്നു. ഇപ്പം കണ്ടന്റ് പോരാ, അതുപോരാ, ഇതുപോരാ. വല്ല വ്യൂ ഉണ്ടോ ചേട്ടാ? പിന്നെ ഭയങ്കര വ്യൂ ഇല്ലേ, അതുകൊണ്ടല്ലേ ഇപ്പം മേലോട്ട് നോക്കിയിരിക്കേണ്ടി വന്നേ. ആൾക്കാർ നമ്മുടെ സന്തോഷം കാണുന്നില്ലയോ? പിന്നെ നാട്ടുകാർ നമ്മുടെ സന്തോഷം കണ്ടിട്ട് കിണ്ടി കിട്ടും. നമ്മളിനി എങ്ങനെ ബൈക്ക് വാങ്ങിക്കും? എനിക്കറിയത്തില്ല. എന്തുവാടാ ഇപ്പം കണ്ടന്റില്ലയോ? ഓ, ഇത് കണ്ടന്റ് അല്ലെന്ന്. അയ്യോ, കണ്ടന്റ് ഞാൻ ലൈവ് കൊണ്ടിരിക്കുവായിരുന്നു. ലൈവാ? നീ അത് കട്ടിയിലൂടെ വന്നിരുന്നേ. ഇപ്പം എന്താ പ്രശ്നം? വ്യൂ ഇല്ല, ചാനൽ മിക്കവാറും അടച്ചു പൂട്ടേണ്ടി വരും. എൻ്റെ വീക്ഷണകോണം വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. കോണകമല്ല, എൻ്റെ വീക്ഷണം വെച്ചിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം സമാധാനം ഒന്നും ആർക്കും കാണണ്ട. എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് വ്യൂ വേണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതിനിവിടെ പ്രശ്നമില്ലല്ലോ. പ്രശ്നമില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കണം. വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ആൾക്കാരെ കാണിക്കാൻ ഭയങ്കര, ആൾക്കാർക്ക് കാണാൻ ഭയങ്കര ത്വരയത്. അയ്യേ, വീട്ടിലെ പ്രശ്നങ്ങൾ 4 പേരെ അറിയിക്കുക, അത് ഭയങ്കര മോശമാ, ചീപ്പാ. അയ്യോ, അതൊക്കെ പണ്ട് 4 ചുവരിൽ ഒതുങ്ങേണ്ട സംഭവം 4 ലക്ഷം പേരെ കാണിച്ചാൽ ഇപ്പോൾ ട്രെൻഡ്. അത് ആൾക്കാർ കാണുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടല്ലോ. അതാണ് വ്യൂ, അതാണ് പൈസ. പൈസ വേണോ? പൈസ വേണം, പക്ഷേ ഈ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കണം. തന്തല കഴിവറ മോളെ എടിയടി, നിന്നെ എന്നിവിടെ കെട്ടിടണമെന്ന് അന്നും പോലെ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയാടി. ഞാൻ എപ്പോൾ നോക്കിയാലും പുറത്തിറങ്ങണം. ഞാൻ അകത്തിരിക്കാൻ പോലെ സമയത്തില്ല. ഏത് നേരം ഞാൻ തൂമ്പെടുത്തിട്ട് വെളിയിൽ നിന്ന്
കളിച്ചിരിക്കണം. വേണ്ട, കളക്കണ്ട. പന്ത് പോലെ ഉരുണ്ടിരിക്കട്ടെ. ജോലി ചെയ്തെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ എന്നെ നിങ്ങളുടെ കൂടെ എന്നെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അന്ന് മുതൽ തുടങ്ങിയ കണ്ണുനീരായി എനിക്ക് അറിയാവോ. എല്ലാം എന്റെ വീട്ടുകാരുള്ളത് കൊണ്ട് എല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നു ഞാൻ. പട്ടിണിയോ? പട്ടിണി എടുക്കുന്ന ജോലി ചെയ്ത് ജീവിക്കണം. അല്ലാതെ കൊണ്ട് ചുമ്മാതെ കൊണ്ട് മുണ്ടും തലയിൽ ഇട്ടുകൊണ്ട് ഇരുന്നാലൊക്കത്തില്ല. ആവി പിടിക്കുന്നോ? ആവി പിടിച്ച് മേപ്പോട്ടൊക്കെ പോവരുത്. എന്നെ കൊല്ലാൻ നോക്കുന്നോ? ഞാൻ അടിച്ചില്ല. ഹായ് ഗായ്സ്, എൻ്റെ ഭർത്താവ് ഒരു ടോക്സിക് ആണ്. അയാൾ എന്തോ ഒരു സംശയം എനിക്കുണ്ട് എവിടോ. ഹലോ ഗൈസ്, ഈ വീട്ടിൽ ഞാൻ വന്നു കയറിയപ്പോൾ തൊട്ട് ഭയങ്കര ദുരിതമായിരുന്നു. കാരണം എനിക്ക് പറയണമെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങ് പറയുവാണ്, ഈ കാണുന്നതൊക്കെ വെറും പുറമോടിയാണ്. എൻ്റെ അമ്മായിച്ചൻ ആളത്ര ശരിയല്ല. അയാൾ എന്നെ ഒന്ന് ലുക്ക് വിട്ടിട്ടുണ്ട്. എവിടോ ഒരു സിറ്റുവേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. പലപ്പോഴും ഭയങ്കര മോശമായിട്ടായിരുന്നു എൻ്റെ അടുത്തായാലും പെരുമാറിക്കൊണ്ടിരുന്നത്. കാരണം പുള്ളിക്കാരന് ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ അങ്ങ് ഉപദ്രവിക്കുക, എന്നെ അങ്ങ് ചവിട്ടി കൂട്ടുക. എങ്ങനെ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അതെനിക്കറിയാം. ഞാൻ എന്താ ചെയ്യാനാ? അമ്മ ഈ വിവാഹ ബന്ധത്തിൽ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് ട്രോമയാണ്. എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ഭർത്താവിനെ ജയിലിലാക്കണം. അമ്മയുടെ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടിനുള്ള ഫലമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ അച്ഛനെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഞങ്ങൾ ഡിവോഴ്സിന് ഫയൽ ചെയ്യുവാണ്. അപ്പം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അച്ഛനെ ഇവിടുന്ന് ഇറക്കി വിടാൻ പോവുകയാണ്. എവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അച്ഛനെ എറിഞ്ഞ് ഓടിക്കുക. കാരണം ഇങ്ങനെയുള്ളവർക്ക് ശിക്ഷ അതാണ്. സപ്പോർട്ടസ്, ലൈക്കസ്, ഷെയർസ്. ഗൈസ്, എൻ്റെ അച്ഛൻ്റെ ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് വളരെ മോശമായിരുന്നു. പിന്നെ ക്ലൈമാക്സ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ അവരുടെ സൈഡാണ്. ഞാൻ എന്നും സ്ത്രീപക്ഷത്താണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. താങ്ക് യു. നമസ്കാരം ഗൈസ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ഇതുവരെ ഇത് അച്ഛൻ ഉറങ്ങാത്തൊരു വീടായിരുന്നു. എന്നാൽ ഇന്ന് അതേ അച്ഛൻ കാരണം ഞങ്ങൾക്ക് ആർക്കും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അമ്മ മിണ്ടല്ലേ, അമ്മേ ഒന്ന് തീർക്കട്ടതാ. ഇത്രയും നാൾ വരെ ഞങ്ങളെ, അതായത് എൻ്റെ പെങ്ങളെ കുഞ്ഞുനാൾ മുതൽ ഇവിടെ വരെ വളർത്തി വലുതാക്കിയത് ഞങ്ങളുടെ അമ്മയായിരുന്നു. അമ്മ രാവിലെ അന്ത്യവും വൈകുന്നേരം വരെയും വയലിപ്പണിയെടുത്തും റോഡ് കളിച്ചും എല്ലാം ചെയ്തിട്ടായിരുന്നു എന്നെ അവളെ പഠിച്ചു. അമ്മച്ചേ, ഇവർ സമ്മതിക്കുകയല്ല ഇതുവരെ കൊണ്ടൊന്ന് എത്തിച്ചത്. പക്ഷേ എന്നാൽ ഞങ്ങളുടെ അച്ഛൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ലെഗ്സ് ഗ്യാപ്പിനിടെ കൈയും വെച്ച് ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു, അറിയാമോ നിങ്ങൾക്ക്? എന്നാൽ അതെല്ലാം മാറി ഇന്ന് എൻ്റെ അമ്മ ഇടിക്കുക, തൊഴിക്കുക, എല്ലാം എൻ്റെ പെങ്ങൾക്കും എൻ്റെ ഭാര്യയ്ക്കും അങ്ങനെ കൊണ്ട് ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അമ്മ മിണ്ടായിരിക്കാം മറ്റേ എന്തോ. ആയതിനാൽ ഞങ്ങളിപ്പം എന്തായാലും ഞങ്ങൾ ഫൈനലായിട്ട് ഞങ്ങൾ തീരുമാനം എടുത്തു, അച്ഛനോട് നടിച്ചിറക്കാൻ പോകുന്നു ഗൈസ്. അപ്പം അത് നിങ്ങളെല്ലാവരും കാണണം, പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നിങ്ങളടിക്കുന്ന ഓരോ മണിയും വേണ്ടി ഞങ്ങളുടെ പോക്കറ്റിൽ വരുന്ന വേണ്ടി. ഓക്കെ ഗൈസ്, യാ. ചേട്ടാ, വിഷ്ണു പോയായിരുന്നോ? പോയി. എന്താ? എൻ്റെ കുറച്ച് ഫോട്ടോസ് അങ്ങ് എൻ്റെ കയ്യിലാണ്, ഒന്ന് സെൻഡ് ചെയ്യാനായിരുന്നു. അവനെ വിളിച്ചാൽ മതി. അല്ല, എന്തോ നിങ്ങൾക്കൊരു വിഷമം പോലെ. ഓ, ആ വീഡിയോ റീച്ചില്ല. കൊള്ളാം, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഇത്രയും വലിയ വീട് വാടകയ്ക്ക് എടുത്തത്? ഇനി വാടക എങ്ങനെ കൊടുക്കും? വീടിന് വാടക നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് കണ്ടന്റ് വീഡിയോ ഷൂട്ട് ചെയ്താൽ മതിയോ? എൻ്റെ പൊന്നു മനുഷ്യൻ, നമുക്ക് ഒരു ബൈക്ക് വാങ്ങിച്ചാൽ പോരായിരുന്നോ? നിങ്ങൾ ഈ വീട് വാങ്ങിച്ചിട്ട് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് എന്തോ ഒറ്റ ബുദ്ധിയാണോ? ആ ചോർന്ന് വിളിക്കുന്ന പെരക്കകത്ത് ഇങ്ങോട്ട് മാറിയപ്പോഴാണോ എനിക്ക് സോക്കേടുള്ളത്? ചോർന്ന് വിളിക്കുന്ന പെരയുടെ കാര്യമല്ലേ പറഞ്ഞത്? നിങ്ങൾ ഒരു ബൈക്ക് വാങ്ങിച്ചിരുന്നെങ്കിൽ ബൈക്കിലെങ്കിലും നമുക്ക് പോവായിരുന്നു. ഇപ്പം നിങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ല, സത്യം. എൻ്റെ പൊന്നെ, ഇത്ര നാളങ്ങനെ കൊടുത്ത് അങ്ങനെ കൊടുക്കിട്ട് ഈ എടുത്തൊരു ഗുണം എന്തോന്നറിയോ? നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. ഇത്രയും വലിയ വീടുണ്ട്, ഇവിടെ എത്ര റൂമുകളുണ്ട്, പുതിയ കണ്ടന്റുകൾ, വെറൈറ്റി കണ്ടന്റുകൾ നമുക്ക് ഓരോ സ്ഥലത്ത് വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്തൂടെ? ആ, കൊള്ളാം, നല്ലതായിപ്പോയി. കഴിഞ്ഞ ദിവസം വീഡിയോ ഷൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹോം ടൂർ ചെയ്തല്ലോ. ഹോം ടൂർ മാത്രമോ? ഫർണിച്ചർ വാങ്ങിക്കുന്നത്, ടൈല് വാങ്ങിക്കുന്നത്, മറ്റേത് വാങ്ങിക്കുന്നത്, മറിച്ചത് വാങ്ങിക്കുന്നത്, എന്തിനാ പാത്രത്തിനകത്ത് കഴുകുന്നത് വരെ നിങ്ങൾ എടുത്ത് ഹോം ടൂർ ആക്കിയല്ലോ. എന്നിട്ട് വല്ല റീച്ചും ഉണ്ടായിരുന്നോ? ഓ, കുറെ പൈസ പോയത് മുച്ചം. നമ്മൾ എങ്ങനെ ഈ 10-30,000 രൂപ വാടക കൊടുക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ ചെറിയ വീട് വാങ്ങിക്കണമായിരുന്നു. അച്ഛനുണ്ടായിരുന്നപ്പോൾ അച്ഛനെ വെച്ചൊരു കണ്ടന്റ് ഷൂട്ട് ചെയ്ത് അച്ഛനെ പറഞ്ഞു വിട്ടു. അന്ന് നല്ല ഇതായിരുന്നു. കൂടിപ്പോയോ 1-2 ആഴ്ച അത്രയല്ലേ നിൽക്കത്തുള്ളൂ. ഇനി ആരെ കാണിച്ചുകൊണ്ട് കണ്ടന്റ് ഷൂട്ട് ചെയ്യാനാ? നാട്ടുകാർക്ക് നമ്മുടെ സന്തോഷവും കാണണ്ട. ഇനി എങ്ങനെ ഷൂട്ട് ചെയ്യും? പോവാണോ? രാത്രി വിളിക്കാം.
ഓക്കെ. വിഷ്ണുവിനെ വിളി. ഞാനിവിടെ വന്നിട്ട് 2.5 വർഷമായി. ആ 2.5 വർഷത്തിനിടയ്ക്ക് എൻ്റെ നാത്തൂന് ഒരുപാട് പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ എന്ന് വെച്ച് ഞാൻ പുറത്തൊന്നും ആരോടും ഇത് പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞ ഒരു സംഭവമാണ്. നാട്ടുകാരിലെ ദിവാരൻ ചേട്ടൻ പറഞ്ഞതാണെന്ന് തോന്നുന്നു. ആ കുട്ടിക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ബന്ധം, ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. അംഗൻവാടി വെച്ച് ആ കുട്ടി ആ പയ്യന് ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് തുടങ്ങുന്ന സോക്കേടാണ് ആ കൊച്ചിന്. എനിക്കറിയില്ല, എനിക്ക് സോറി, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതിനോട് ക്ഷമിക്കണം. എൻ്റെ ഇടയ്ക്ക് അരുൺ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. അത് അവനെ തേച്ച് ഒട്ടിച്ചു. നല്ലൊരു പയ്യനായിരുന്നു, പാവം പയ്യനായിരുന്നു. എനിക്ക് മെസ്സേജ് അയച്ച് അവൻ കരഞ്ഞ് മെസ്സേജ് അയച്ചതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ, അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് അതൊരു പ്രൊഫൈൽ പിക്ചറാക്കി. ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചപ്പം അടുത്ത ലൈന് ഇപ്പം ഗോപി പോയി കഴിഞ്ഞാൽ ശശി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതൊക്കെ കേട്ട് ഞാൻ ഭയങ്കര, എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങനത്തെയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നത്. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല. ഇവർക്ക് എപ്പോഴും ലൈനാണ്. ഒരു മാസത്തിൽ ഈ 20 പൂക്കളാണ് അവിടെ ചെവിയിലിരിക്കുന്നത്. കാരണം ഓരോ ലൈൻ പൊട്ടുമ്പോഴും ഓരോ പൂ വെച്ച് അടുത്ത ചെറുക്കന്മാരെ വളയ്ക്കുകയാണ് ഇവളുടെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ചേട്ടൻ ഒരുപാട് പറഞ്ഞു. അവസാനം എൻ്റെ ചേട്ടനെ അടിച്ചു. സോറി. അങ്ങനെയാണ് ഇവിടെ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അമ്മയും എല്ലാവരെയും എനിക്ക് പറയാൻ പറ്റുന്നില്ല. നമസ്കാരം ഗായ്സ്. ഞങ്ങളുടെ അച്ഛൻ പോയി. അടുത്തതായിട്ട് വീട്ടിൽ നിന്ന് ഒരാളൂടെ പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. അച്ഛൻ മാറി നിന്നതിന് ശേഷം അവളെ ഒന്ന് ശാസിക്കാനോ പഴുക്ക് പറയാനോ ആരും ഉണ്ടായിരുന്നില്ല. അഥവാ ഞങ്ങളെന്തെങ്കിലും അവളോട് പറയാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ കടിച്ചു കയറുന്ന ഒരു പട്ടിയെ പോലെയായിരുന്നു അവൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. അതിലുപരിയായിട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ കേരളത്തിലെ ആമ്പിള്ളേരോട് മാത്രമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണം. കാരണം ഇങ്ങനൊരു തലതെറിച്ചവൾ ഒരുപാട് ആമ്പിള്ളേരുടെ സ്വപ്നങ്ങളും എല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് അവൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ അപ്പോൾ എൻ്റെ ഭാര്യയാണെങ്കിൽ പോലും അവൾ തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ കൊണ്ട് 24 മണിക്കൂറും റോഡിൽ, മുറ്റത്ത്, റൂമിൽ, അതൊക്കെ എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ വേണ്ടി എൻ്റെ ഭാര്യ പോലും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവളെ അടിച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഭാര്യ ഇവളോട് ഇത് ചോദിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് എന്താണെന്നും എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ഒറ്റയടിക്ക് അവിടെ കാരണം പോയിച്ചാണ് എൻ്റെ ഭാര്യയുടെ. അവളെ കെട്ടി എത്ര വയസ്സിന് മൂത്തതാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം അന്നേരം തന്നെ എൻ്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. എന്തായാലും ഞങ്ങളിപ്പോൾ പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാരെ വിളിച്ചു കൂട്ടിയത് പ്രശ്നമാക്കും. കാരണം ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളിവിടെ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. അത് നിങ്ങൾക്ക് പ്രേക്ഷകരെ നിങ്ങൾക്കത് അറിയാം. അപ്പം നമ്മുടെ കുടുംബമാണിത്. അപ്പം നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും വിഷയം വന്നാൽ നമ്മളത് പരിഹരിച്ചേ പറ്റത്തുള്ളൂ. എന്ത് തന്നെയായാലും ശരി, ഞങ്ങൾ ഇനി എന്തായാലും വേണ്ട, അവളെ ഞങ്ങൾക്ക് ഇത്രയും തലതെറിച്ച ഒരു പെണ്ണിനെ ഇനി ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളത് തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്തായാലും അവർക്ക് ഇഷ്ടമുള്ള എങ്ങോട്ടെന്ന് വെച്ചാൽ അവൾ പൊക്കോട്ടെ. ഞങ്ങളുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അന്തസ്സും ആൾക്കാരത്തുള്ളൊരു കുടുംബമാണ് എൻ്റെത്. എൻ്റെ ഭാര്യ അങ്ങനെ തന്നെയാണ്, എൻ്റെ അമ്മ അങ്ങനെ തന്നെയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ പറയാൻ മറക്കണ്ട, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അയ്യോ ഒന്നും പറയണ്ട. ഞാൻ 2.5 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുക. അവൾ വന്ന് കയറി ഈ വീട് മുടിഞ്ഞ് ഞാൻ എന്തോ ഒരു സുഖമായിട്ട് ജീവിച്ചോണ്ടിരുന്നതാണെന്നറിയാമോ. ഇപ്പൊ എനിക്ക് ദുഃഖമേ ഉള്ളൂ. അമ്മ ഇത് ആരുടെ പറയുന്നേ? ഞാൻ എൻ്റെ മരുമോടെ കാര്യം പറയാനില്ലയോ നീ പറഞ്ഞത്? അമ്മ ഇവളുടെ കാര്യം പറയാനല്ല പറഞ്ഞേ, അമ്മയുടെ മോള് സുഷമയുടെ കാര്യം അങ്ങോട്ട് പറയാൻ. സുഷമ്മയുടെ കാര്യമോ? അയ്യോ അതൊന്നും പറയണ്ട. അവക്കാന്നൊക്കെയുണ്ട് ഒരുപാട് പ്രണയബന്ധം ഉണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഈ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ പിള്ളേർ അതും ഇതും പറയുമ്പോഴല്ലോ ഞാൻ അറിയുന്നത്. എന്തോ പറയാനാണെന്ന് പറഞ്ഞാട്ടെ. അവിടെ കാര്യമൊന്നും പറയണ്ട. എപ്പം വീട്ടിൽ വന്നിരുന്നാലും ബഹളവും വഴക്കും അതും ഇതും ഒക്കെയാ. എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് വയ്യ. എൻ്റെ തങ്കപ്പെട്ട മോനും മരുമോളും പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഓരോ പ്രണയബന്ധം പൊട്ടുമ്പോഴും ഓരോ പൂ കൊണ്ടുവന്ന് നമുക്ക് കൊടുക്കും. അങ്ങനെ പൂ കൊടുത്ത് തലേ മൊത്തം പൂവായി ഒരു പൂന്തോട്ടമായിട്ട് അങ്ങ് മാറി എൻ്റെ മോള്. എന്തോ ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ ആരോടും പറയല്ലേ. നിങ്ങൾ ആരും അറിയാത്ത ഒരു രഹസ്യം എൻ്റെ കയ്യിലുണ്ട്. എന്തുവാന്നറിയാവോ? അവിടെ 2 ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. അതെ, ഞാനൊരു ഉമ്മിന് വേണ്ടി അങ്ങ് പറഞ്ഞതാ. റീച്ച് കയറട്ടെന്ന് വിചാരിച്ച്. ഓക്കെ. ചേട്ടാ, അന്യായ റീച്ചാണല്ലോ. അതെ. ഇതൊരു 2-2.5 ആഴ്ച ഓടും. അപ്പം ഇതിൻ്റെ മൂച്ച് തീരുന്നതിന് മുന്നേ അടുത്ത വീഡിയോ. ഇത് തന്നെ ആൾക്കാർ കണ്ടോണ്ടിരുന്നെങ്കിൽ അവർക്ക് ബോറടിക്കുകയല്ലേ. പ്രേക്ഷകർക്ക് തന്നെ നമ്മളോട് ഒരു വെറുപ്പാവും. അതിന് അവളുടെ കാര്യം തന്നെ ഇടണമെന്ന് ആരാ പറഞ്ഞത്? വേറെ കണ്ടന്റ് ഉണ്ടാക്കണം.
വേറെ ഇനി കണ്ടന്റ് ഉണ്ടാക്കാൻ ഇനി ആരിയിരിക്കുന്നു? അന്തകാന്തകസുരമുരാന്തകാതിവന്ദിത ചിന്തനീയ വിഗ്രഹ കീർത്തനം അന്തിനേരമാതര. നമസ്കാരം ഗൈസ്. വീണ്ടും പല പല അത്ഭുതങ്ങളാണ് ഞങ്ങളുടെ തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം കുറേ സത്യങ്ങൾ തിരിച്ചറിഞ്ഞൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനായിരുന്നില്ല കുഴപ്പം, ഞങ്ങളുടെ അമ്മയ്ക്കായിരുന്നു. അതായത് കുഞ്ഞുനാൾ മുതലേ ഞങ്ങളെ ശകാരിച്ചും വഴക്ക് പറഞ്ഞും എല്ലാം വളർത്തിയത് ഞങ്ങളുടെ അച്ഛനായിരുന്നു. അവസാനം അമ്മയുടെ ഒരു വലിയ ബുദ്ധി കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ തള്ളിപ്പറയേണ്ടി വന്നു. അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടി വന്നു. അതിനുശേഷം പിന്നീട് പെങ്ങളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ അമ്മയുടെ ഏറ്റവും ലക്ഷ്യം. അങ്ങനെ അമ്മ ഓരോരോ വഴികൾ ഞങ്ങളിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. അതൊന്നും നടക്കാതെ വന്നപ്പോൾ അമ്മ തന്നെ ഇറക്കിയ ഒരു മാർഗ്ഗമായിരുന്നു അവളെക്കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ പറയുക. അങ്ങനൊരു ആ ഒരു കണ്ടിട്ട് പറഞ്ഞായിരിക്കും അമ്മയാണ് തോന്നല്ലേ? ഞങ്ങളതിൽ വീണു പോവുമായിരുന്നു ഗൈസ്, ഞങ്ങൾ വീണു പോവുമായിരുന്നു. അമ്മയ്ക്ക് അറിയില്ല, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അതിനുശേഷം വീടിൻ്റെ ആധാരം ചോദിച്ച കാര്യം പറഞ്ഞു. അത് മാത്രമല്ല, ഇടയ്ക്ക് എനിക്ക് കുറച്ച് പൈസ ടൈറ്റ് വന്നപ്പോൾ മേഡം ചോദിച്ചു, അമ്മ വീടിൻ്റെ ആധാരം ഒന്ന് തന്നു കഴിഞ്ഞാൽ അത് പണയം വെച്ചിട്ട് എനിക്ക് ആ കുറച്ച് കടങ്ങളുണ്ട്, അതൊന്ന് തീർക്കണം. എടുത്ത വാക്കിന് ഒരു പെറ്റ തള്ളാൻ അവരോട് പറയാൻ പാടില്ലാത്തൊരു വാക്കാണ്. അതിന് മുന്നേ പണയം വെച്ച അമ്മയുടെ കൈ കിടന്ന വള തിരിച്ചെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ചേട്ടൻ പണയം വെച്ചിട്ടുണ്ട് വളയൊക്കെ. ഞാൻ പക്ഷെ ഇന്നേ വരെ അത് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. എനിക്കെടുത്ത് തന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പം അത് ചോദിച്ചപ്പോഴേ ഞാൻ തകർന്നു പോയി. എന്നിട്ടും അമ്മ അത് തന്നില്ല. ഞാൻ വീണ്ടും ഞാൻ ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത്, തരത്തിലുള്ള കഴിവർ മോനെ എന്ന് പറഞ്ഞ് എന്നെ പൊട്ടെ ഏയ് അങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ ശകാരിക്കുകയായിരുന്നു എന്നെ ചെയ്തു. പക്ഷേ അങ്ങനെ എൻ്റെ പെങ്ങളെ ഇവിടുന്ന് അവർ തുരുത്തി. കട്ടേ വിശ്വചേട്ടാ, ഏറിയില്ലേ വിശ്വചേട്ടാ? അത് പുറത്തു വിടല, എനിക്ക് പറ്റത്തില്ല. പുറത്തു വിടല. കട്ട് ചെയ്തോ? കട്ട് ചെയ്തു. നല്ല റീച്ച് ഉണ്ടല്ലേ? പിന്നെ അടിപൊളി ഓട്ടം. ഇനി ഒരു 1.5 മാസം ഇതും കൊണ്ട് ഓടും. പക്ഷെ ഇത് മതിയോ? ഒരു പുതിയ വീട് വെക്കണ്ടേ, കാറ് വാങ്ങിക്കണ്ടേ? അതുകൊണ്ട് 1.5 മാസം ഓടിയാൽ പോരാ, ഒരു 7-8 മാസമെങ്കിലും ഓടിക്കാനുള്ള കണ്ടന്റ് നമ്മൾ സെറ്റ് ആക്കണം. 8 മാസമായിട്ട് ഓടിക്കാനുള്ള കണ്ടന്റ് ഇപ്പോൾ തന്നെ ആവശ്യത്തിന് തെറിവിളി കേൾക്കുന്നുണ്ട്. കിട്ടട്ടെ, തെറിവിളി കേൾക്കണം, ട്രോള് കിട്ടണം, റിയാക്ഷൻസ് കിട്ടണം, റോസ്റ്റ് കിട്ടണം. എന്നാലേ നമ്മൾ ഉയരത്തുള്ളൂ. ഈ തെറി വിളിക്കുന്നവനും ആരെങ്കിലും അവന്മാരെ നമുക്ക് വേണ്ട അന്നം കൊണ്ട് തരുമോ? അതില്ല. ഇച്ചിരി നാണം കെട്ടായാലും പൈസ കിട്ടിയാൽ പോരായോ? കേട്ടിട്ടില്ലേ? നാണം വിറ്റും പണം നേടണം, നാണക്കേട പണം മാറ്റിയിടും. മനസ്സിലായോ? അതുകൊണ്ട് ഒരു 1.5 ട്രോളിനും റോസ്റ്റിനും റിയാക്ഷനും ഒക്കെ ഉള്ളൊരു കണ്ടന്റ് എൻ്റെ കയ്യിലുണ്ട്. വിച്ചുവിനെ വിളി. വിഷുടെ ഓക്കെ അല്ലേ? സെറ്റ്. ചേട്ടാ, ഞാനൊരു അറ്റ കൈ പ്രയോഗം നടത്താൻ പോവാം. നല്ല ട്രോള് കിട്ടും, റോസ്റ്റ് കിട്ടും, റിയാക്ഷൻ കിട്ടും, എല്ലാം കിട്ടും, ഒരുപാട് കളിയാക്കലും കിട്ടും. ഓക്കെ. ഇതെല്ലാം സഹിക്കാൻ എൻ്റെ ചേട്ടൻ തയ്യാറാണോ? നമ്മൾ റെഡിയാണെന്ന്. റെഡിയാണ്. എന്തും വന്നോട്ടെ. ഓക്കെ. പൈസ കിട്ടിയാൽ മതി നമുക്ക്. അതെ. സ്റ്റാൻഡിൽ വെച്ചോ ക്യാമറ. ഓക്കെ. അപ്പൊ ചേട്ടൻ ഒരു കാര്യം ചെയ്യണം, കണ്ണടച്ചിരുന്നു. ഞാനൊരു അറ്റ കൈ പ്രയോഗം നടത്താൻ പോവാം. കണ്ണടച്ചിരിക്കേ. ഓക്കെ. എന്റെ ചേട്ടന്റെ റീച്ചിനും കണ്ടന്റിനും വേണ്ടി എന്ത് ത്യാഗത്തിനും ഞാൻ തയ്യാറാ. അയ്യോ